തുടങ്ങിക്കോളി ശരിയാക്കണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസറിലെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന പേപ്പറിലാണ്. നമ്മൾ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും നല്ല ചെറിയൊരു ടോപ്പിക്കാണ്. സോ ന്യൂക്ലിയർ ഫിസിക്സിൽ നമുക്ക് ഏതൊക്കെയാണ് നമ്മളുടെ സിലബസിൽ ഒന്ന് നോക്കാം, എന്തൊക്കെയാ വരുന്നതെന്നുള്ള. ഓഡിയോ ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ് മാം. ഓക്കെ. സോ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന നമ്മളുടെ പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, mass and binding energy, semi-empirical mass formula, then characteristics of nuclear forces, spin orbit potential, electric quadrupole moments, parity violation in beta decay, Karam alpha, beta decay, gamma decay, then internal conversion, conservation laws and symmetries, Cork model, eightfold way, quantum chromodynamics and gluons, Fick's law and its validity, shell structure and magic numbers, single crystalline powder diffraction, Scherer equation, Debye-Scherer camera, and application of XRT. So ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ സയന്റിഫിക് ഓഫീസറിനുള്ളത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ന്യൂക്ലിയർ സൈസും ഷേപ്പുമാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഓൾസോ അതിന് മുന്നേ ഈ ടോപ്പിക് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. So, okay, first of all, what do you mean by nuclear physics? എന്താണ് nuclear physics? It is a field of physics that studies atomic nuclei and their constituents and interactions. Right. That means എന്താണ്, അതായത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചുള്ള സ്റ്റഡി. ആ ന്യൂക്ലിയസിൽ അതിലെ പാർട്ടിക്കിൾസ്, അതിന്റെ ഇന്ററാക്ഷൻസ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്താണ്, അത് ഏതൊക്കെ തരത്തിൽ ഇന്ററാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, ഡീക്കേസ്, ഇതുപോലെ. സോ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസും അതിന്റെ ഇന്ററാക്ഷൻസും അതിനെ കുറിച്ചുള്ള സ്റ്റഡിയുടെ ഫീൽഡാണ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സ്. സോ നോട്ട് ഓൺലി ന്യൂക്ലിയർ ഫിസിക്സിനൊപ്പം തന്നെ നമുക്ക് വരുന്ന ഒരാളാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. സോ എന്താണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ ഫിസിക്സ് it is evolved out of nuclear physics and the two fields are typically taught in close association. സോ ആക്ച്വലി പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം എന്താണ്, പാർട്ടിക്കിൾ, ദാറ്റ് മീൻസ് നമ്മളിപ്പോ പറഞ്ഞു ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ആറ്റോമിക് ന്യൂക്ലിയൈ, റൈറ്റ്? സോ ആ ന്യൂക്ലിയസിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. സോ ആ പാർട്ടിക്കിൾസിന്റെ ഒരു സ്റ്റഡിയാണ് ഇതെന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഫിസിക്സ്. സോ ഒബിയസ്ലി ഇറ്റ് ഈസ് എ ഫീൽഡ് ദാറ്റ് ഈസ് ഇവോൾവ് ഔട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്ന് തന്നെയാണ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ഫിസിക്സിൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ്, റൈറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ്, അതിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി. സോ കോമ്പോസിഷൻ ഓഫ് ആൻ ആറ്റം ഓർ അറ്റോമിക് സ്ട്രക്ചർ. കോമ്പോസിഷൻ ഓഫ് ആൻ ആറ്റം ഓർ അറ്റോമിക് സ്ട്രക്ചർ. സോ ഇതിൽ നോക്കിയേ, ഫസ്റ്റ് വൺ ഡാൾട്ടൺ. ഫസ്റ്റ് സയന്റിസ്റ്റ് ആണ് ഡാൾട്ടൺ. ഡാൾട്ടൺ എന്താണ്, ഹി ഈസ് ദ മാൻ ഹു എന്താണ്, അദ്ദേഹം കണ്ടുപിടിച്ച എന്താണ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. ആദ്യമായിട്ട് എന്താണ്, മാറ്റേഴ്സ് ആറ്റം എന്ന് പറയുന്നത് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് ഡാൾട്ടൺ. ആൻഡ് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ. അതിനെന്താണ്, ഇനി ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഡാൾട്ടന്റെ തിയറി പ്രകാരം അദ്ദേഹം പറഞ്ഞിരുന്നത്. സോ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ഇൻഡിവിസിബിൾ എന്നാണ് ഡാൾട്ടൺ പറയുന്നത്. ബട്ട് നെക്സ്റ്റ് ആളാരാണ്, ജെ തോംസൺ. ഹി ഡിസ്കവേർഡ് ഇലക്ട്രോൺ. അപ്പൊ അതോടുകൂടി എന്തായി, ആറ്റം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് വന്നു. സോ നെക്സ്റ്റ് വൺ എന്താണ്, ജെ തോംസൺ. ഹി ഡിസ്കവേർഡ് ഇലക്ട്രോൺ ആൻഡ് ആൾസോ ഹി പ്രപ്പോസ്ഡ് ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. സോ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തത്.
Then next one, Rutherford. Rutherford ആണ് എന്ത് പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത്. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? Rutherford through his which experiment ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് റുദർഫോർഡിന്റെ എന്താണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സോ ആ എക്സ്പെരിമെന്റിലൂടെയാണ് എന്താണ് നമുക്ക് ആറ്റത്തിന്റെ ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് പോസ്റ്റുലേറ്റ് വന്നത്. ആദ്യമായിട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ കോറിനെ ഐഡന്റിഫൈ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ് ഏത് ആൽഫ പാർട്ടിക്കിൾ scattering experiment. So Rutherfordന്റെ contributions ഇതൊക്കെയാണ്. He discovered the proton and also the scattering of alpha particle experiment. Then next constituent particle ഏതാണ് ആറ്റത്തിലുള്ളത്? ന്യൂട്രോൺ. സോ ആ ന്യൂട്രോൺ ഡിസ്കവർ ചെയ്ത ആരാണ്? ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ഡിസ്കവേർഡ് ന്യൂട്രോൺ. സോ ഇതാണ് ഒരു ബേസിക് ഹിസ്റ്ററി നമ്മൾ ആറ്റത്തിന്റെ ആ ഡിസ്കവറി വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളത്. സോ ആദ്യമായിട്ട് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് എന്നുള്ളത് കണ്ടുപിടിച്ചത് ഡാൾട്ടൺ. Then J.J. Thomson discovered electron, Rutherford discovered proton, and James Chadwick discovered neutron. So an atom consists of the elementary particles such as electron, proton, and neutron. So basic ആയിട്ട് ഒരു ആറ്റത്തിലുള്ള elementary particles ഏതൊക്കെയാണ്? Electron, proton, and neutron. Now we move on to the charge and mass of these elementary particles. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. ദെൻ പ്രോട്ടോൺ, ഇറ്റ് ഹാവ് പോസിറ്റീവ് ചാർജ്. ദെൻ ന്യൂട്രോൺ. വാട്ട് അബൌട്ട് ന്യൂട്രോൺ? ഇറ്റ് ഹാസ് നോ ചാർജ്, വിച്ച് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ചാർജ്ലെസ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? യെസ്, എന്താണ്? ചാർജ്ലെസ് ആണല്ലേ. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ദാറ്റ് ഈസ് ചാർജ്ലെസ്. ദെൻ മാസ്. What? Mass of electron. Electronന്റെ mass എന്താണ്? Electronന്റെ mass 9.1 into 10 raised to minus 31 kilogram. Then what about the mass of proton? Proton 1.673 into 10 raised to minus 27 kilogram. And mass of neutron is 1.675 into 10 raised to minus 27 kilogram, which means mass of proton and neutron are almost same. What about the mass of electron? Electron mass is very small when compared to the mass of proton and neutron. അല്ലെ? ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? വളരെ ചെറുതാണ്. വെരി സ്മോൾ. ബിക്കോസ് പവർ നോക്കിയേ, ഇലക്ട്രോണിന്റെ മാസിന്റെ പവർ എത്രയാണ്? 10 raised to minus 31. Right. Okay. Then atomic nucleus. Okay, ഇനിയാണ് നമ്മൾ ന്യൂക്ലിയസിലോട്ട് വരുന്നത്. സോ ഒരു ആറ്റത്തിലുള്ള എലിമെന്ററി പാർട്ടിക്കിൾസ് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇനി ഇവരെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവരുടെയൊക്കെ പൊസിഷൻസ്, and what about the presence of nucleus എന്നുള്ളത്. So every atom consists of a tiny central core called atomic nucleus. So എന്താണ് ഒരു ന്യൂക്ലിയസ്, അല്ലെങ്കിൽ what you mean by an atomic nucleus? എന്താണ് atomic nucleus? It is the tiny central core. ഒരു എല്ലാ ആറ്റത്തിലും ഒരു tiny central core ഉണ്ട്. ആ ഒരു tiny central coreനെയാണ് നമ്മൾ ആ ആറ്റത്തിന്റെ atomic nucleus എന്ന് പറയുന്നത്. So every atom possesses a tiny central core. That central core is called atomic nucleus. What is the speciality of that nucleus or that tiny central core? ആ tiny എന്ന് പറയുന്ന വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒരു ആറ്റത്തിലെ മോസ്റ്റ് സ്പേസും എന്താണ്? വേക്കന്റ് ആണ്. ഒരു ടൈനി, വളരെ ചെറിയ ഒരു പോർഷൻ മാത്രമേ എന്തുള്ളൂ? ന്യൂക്ലിയസ് ഉള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് വേർഡ് tiny is important. ഓക്കെ, സോ എന്താണ്? വളരെ ചെറിയ ഒരു സെൻട്രൽ കോർ ആണ് എന്തെന്ന് പറയുന്നത്? ആറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിന്റെ പ്രത്യേകത? In which atomic nucleus എന്ന് പറയുന്നത് ഒരു tiny central core ആണ്, in which the entire positive charge and almost entire mass are concentrated. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ അറ്റോമിക് ന്യൂക്ലിയസിലെ entire പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ entire മാസും, ഒരു ആറ്റത്തിന്റെ entire പോസിറ്റീവ് ചാർജും entire മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ആറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ ആറ്റോമിക് ന്യൂക്ലിയസ് ഈസ് എ tiny central core of an atom in which the entire positive charge and almost entire mass of an atom concentrated. ഒരു ആറ്റത്തിന്റെ എല്ലാ പോസിറ്റീവ് ചാർജുകളും എന്താണ്? ഓൾമോസ്റ്റ്, ഏകദേശം എല്ലാ മാസുകളും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എവിടെയാണ്? ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ്. Then what about the size of nucleus?
the size of nucleus is the order of 10 raised to minus 15 meter. That's very important. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 raised to minus 15 meter. Right. 10 raised to minus 15 meter, which is very small when compared to the size of atom, which is the order of 10 raised to minus 10. Okay, ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് 10 raised to minus 15 meter ആണ്. അതെന്ന് പറയുന്നത് വളരെ ചെറുതാണ് when compared to the size of atom. ഒരു ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 raised to minus 10 meter ആണ്. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് 10 raised to minus 15 meter. 10 raised to minus 15 meter means 1 femtometer. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? എൻറ്റയർ പോസിറ്റീവ് ചാർജും ഓൾമോസ്റ്റ് എൻറ്റയർ മാസും. സോ ആരൊക്കെ ആയിരിക്കും ന്യൂക്ലിയസിലുള്ള എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ പഠിച്ചു എന്താണ് ഓരോന്നിന്റെയും ചാർജ് പഠിച്ചു. അപ്പൊ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിലാണ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൽ ആരുണ്ടായിരിക്കും? യെസ്, പ്രോട്ടോൺ ഉണ്ടായിരിക്കും അല്ലെ? കാരണം ബിക്കോസ് പ്രോട്ടോൺ possess പോസിറ്റീവ് ചാർജ്. പിന്നെ നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് എൻറ്റയർ മാസ്, വിച്ച് മീൻസ് ദാറ്റ് എന്താണ് ഏകദേശം എല്ലാ മാസും ന്യൂക്ലിയസിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലിലൂടെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആര്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും ന്യൂക്ലിയസിന്റെ അകത്തല്ല. സോ പിന്നെ ആരാണ് നമുക്ക് ബാക്കിയുള്ള എലമെന്ററി പാർട്ടിക്കിൾ? പിന്നെ ആരാണ്? യെസ്, ന്യൂട്രോൺ ആണ് പിന്നുള്ളത്. സോ എന്താണ് ഈ ന്യൂട്രോണും പ്രോട്ടോണുമാണ് ഏതിനകത്തുള്ളത്? ന്യൂക്ലിയസിന്റെ അകത്തുള്ളത്. ദാറ്റ് ഈസ് എ ന്യൂക്ലിയസ് ഈസ് മേഡ് അപ്പ് ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് കാൾഡ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. സോ ഒരു ന്യൂക്ലിയസിനകത്തുള്ള എലമെന്ററി പാർട്ടിക്കിൾസുകളാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾമോസ്റ്റ് എൻറ്റയർ മാസ്, ഏകദേശം എല്ലാ മാസും എവിടെയാണ്? ന്യൂക്ലിയസിന്റെ അകത്താണ്. ബിക്കോസ് കാരണം എന്താ? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഏതിനകത്താണ്? ന്യൂക്ലിയസിന്റെ അകത്തായതുകൊണ്ടാണ്. ഇവർക്ക് രണ്ടുപേർക്കാണ് മാസ് കൂടുതൽ അല്ലെ? വെൻ കമ്പയർ ടു ഇലക്ട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഹൈ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സേസ് ദാറ്റ് എന്താണ് പറഞ്ഞത്? ഓൾമോസ്റ്റ് എൻറ്റയർ മാസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ബിക്കോസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. സോ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. Okay, Lada, so this is all about atomic nucleus. Now, കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് എപ്പോഴും നമ്മൾ ഇത് ഇനിയുള്ള ക്ലാസ്സുകളിൽ കേൾക്കും. സോ എന്താണ് ന്യൂക്ലിയോൺസ്? വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയോൺ? The proton and neutron together are called as nucleons. അപ്പൊ എന്തിനാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്? പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോണും ന്യൂട്രോണിനെയും നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺ. സോ എ ന്യൂക്ലിയോൺ ഈസ് കാൾഡ് വാട്ട്? The proton and neutron together called as nucleons. ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണുള്ളത്? ന്യൂക്ലിയസിൽ. സോ പിന്നെ നമ്മൾ ന്യൂക്ലിയസിന് എന്ത് പറഞ്ഞാൽ മതി? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ മതി. റൈറ്റ് അല്ലെ? അപ്പൊ ഒരു ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആയി? പ്രോട്ടോണും ന്യൂട്രോണും ഓൾറെഡി ഇൻക്ലൂഡഡ് ആയി. കാരണം ഇവരെ രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി അതുപോലുള്ള ഒരാളാണ് അടുത്തത് എന്താണ്? ന്യൂക്ലൈഡ്. എന്താണ് ഒരു ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാല്? വാട്ട് യു മീൻ ബൈ എ ന്യൂക്ലൈഡ്? എ ന്യൂക്ലൈഡ് ഈസ് എ സ്പെസിഫിക് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഓർ എലമെന്റ് which is characterized by its atomic number Z and mass number A. അപ്പൊ ഒരു ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കും വരിക, ന്യൂക്ലൈഡ് എന്നുള്ളത്. അപ്പൊ ഒരു ന്യൂക്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതെന്താണ്? ഒരു ആറ്റത്തിന്റെ സ്പെസിഫിക് ന്യൂക്ലിയസ് ആണ്. ഒരു ആറ്റത്തിന് നമുക്കറിയാം ഒരുപാട് ആറ്റംസ് ഉണ്ടല്ലേ അല്ലെ? ഹൈഡ്രോജൻ ആറ്റം, ഹീലിയം ആറ്റം, ആർഗൺ ആറ്റം, നിയോൺ ആറ്റം, അങ്ങനെ ഒരുപാട് സോഡിയം ആറ്റം, ഇങ്ങനെ ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിന്റെയൊക്കെ ഒരു സ്പെസിഫിക് ന്യൂക്ലിയയാണ് ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലൈഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്പെസിഫിക് ന്യൂക്ലിയസിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ആറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാസ് നമ്പറും ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് XZA. കണ്ടില്ലേ? ഇതില് റെപ്രസെന്റ് ചെയ്ത് കണ്ടില്ലേ? XZA. ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവരെന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും എന്താണ്? ഓരോ ന്യൂക്ലൈഡുകളാണ്. ഇപ്പൊ എന്താണ്?
അറ്റോമിക് നമ്പർ ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് മാസ് നമ്പറും ഉണ്ടായിരിക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ദി ന്യൂക്ലൈഡ്. ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് ദ സ്പീഷ്യസ്. ഏത് ആറ്റത്തെയാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ സിമ്പിൾ, റൈറ്റ്? ഇപ്പൊ സോഡിയം ആണെങ്കിൽ Na, ഹൈഡ്രജൻ ആണെങ്കിൽ H, അങ്ങനെ ഏത് കാർബൺ ആണെങ്കിൽ C, ഓക്സിജൻ ആണെങ്കിൽ O. അപ്പൊ ഏത് ആറ്റമാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ സിമ്പിൾ ആണ് എക്സ് എന്ന് പറയുന്നത്. ഇനി Z എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതിന്റെ എണ്ണമാണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ. സോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്, റൈറ്റ്? ഇനി വാട്ട് യു മീൻ ബൈ മാസ് നമ്പർ? മാസ് നമ്പർ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മൊത്തം എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് എന്തും കൂടെ പറയാം. സോ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു വാട്ട്? മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞൂടെ? കാരണം ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ കാൾഡ് what nucleon. So mass number is also equal to number of nucleons. മാറിപ്പോകരുത്. മേ ബി നമുക്ക് എന്തായിരിക്കും തരിക? മാസ് നമ്പർ തരുന്നതിന് പകരം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ. ഓക്കെ, സോ എന്തൊക്കെയാണ് Z എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, അതുപോലെ നമ്മൾ എന്ത് പറയും? അറ്റോമിക് നമ്പർ. ദെൻ A എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണം, ഓർ what? Mass number. Ini what you mean by N? Capital letter N is number of neutron. It is the number of neutron. How we can find out the number of neutron? Number of neutron എന്ന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം എന്താണ്? A എന്ന് പറയുന്നത് number of nucleons ആണ്. That means number of proton plus number of neutron. അല്ലെ? A എന്ന് പറയുന്നത് number of protons plus number of neutron ആണ്. സോ അപ്പൊ ഇവിടെ എന്താണ്? A നമുക്ക് അറിയാം. അതിൽ എന്തൊക്കെ ഉണ്ട്? നമ്മളുടെ ന്യൂട്രോണിന്റെ എണ്ണം ഉണ്ട് പ്ലസ് നമ്മളുടെ പ്രോട്ടോണിന്റെ എണ്ണം. ദാറ്റ് മീൻസ് അറ്റോമിക് നമ്പർ. സോ ഇതിൽ നിന്നും ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ന്യൂട്രോൺ N is equal to നമുക്ക് എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, ഓർ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മളിപ്പോ ഇവിടെ എഴുതിയതാണ്. നമ്മളിപ്പോ ഇതൊക്കെ ഓരോ ന്യൂക്ലൈഡുകളാണ്. എന്താണ്? കാർബണിന്റെ ന്യൂക്ലൈഡ് ആണ്. കാർബൺ 612. 6 is the atomic number and 12 is the mass number. Then nitrogen 714. 7 is the atomic number and 14 is the mass number. Then oxygen 816. 8 is the atomic number and 16 is its mass number. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ന്യൂക്ലൈഡുകളെ റെപ്രസെന്റ് ചെയ്യും. സോ അതിൽ താഴെ വരുന്നത് അറ്റോമിക് നമ്പർ ആൻഡ് മുകളിൽ വരുന്നത് മാസ് നമ്പർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഐസോടോപ്പ്. എന്താണ് ഒരു ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഐസോടോപ്പ് ഓഫ് ആൻ ആറ്റം ഓർ എ ന്യൂക്ലൈഡ്? സോ ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. അപ്പൊ ഒരു ആറ്റത്തിന്റെ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് ദേ ഹാവ് ഡിഫറെന്റ് മാസ് നമ്പർ. ഡിഫറെന്റ് മാസ് നമ്പർ പൊസസ് ചെയ്യുന്ന ഒരേ ആറ്റത്തിന്റെ തന്നെ ഡിഫറെന്റ് ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ആറ്റത്തിന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്, അല്ലെ? സോ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ന്യൂക്ലൈഡ് ദാറ്റ് ഹാവ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. So isotope of an element or isotope of an atom is the nuclide that having same atomic number but different mass number. Example ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർബൺ 612, കാർബൺ 613, കാർബൺ 614. ഇവിടെ കണ്ടോ? ആറ്റം മാറുന്നില്ല, which means same atomic number. എല്ലാവരുടെയും atomic number 6 ആണ്. But what about the mass number? മാസ് നമ്പർ മാറുന്നുണ്ട് അല്ലെ? 12, 13, 14. സോ ഇങ്ങനെ ഡിഫറെന്റ് മാസ് നമ്പറും എന്നാൽ സെയിം അറ്റോമിക് നമ്പറുമുള്ള ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോപ്പ്. സോ ദീസ് ആർ ദ ഐസോടോപ്സ് ഓഫ് കാർബൺ ആറ്റം. Then what about isobar?
So what about isobar? Isobar is the nuclide with the same mass number. ഒരേ മാസ് നമ്പർ ഉള്ള ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാർ എന്ന് പറയുന്നത്. സോ സെയിം മാസ് നമ്പർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആവണമെന്നില്ല. മേ ബി സെയിം ആവാം, അല്ലെങ്കിൽ എന്താവാം, സെയിം അല്ലാതിരിക്കും, അല്ലെ? ഈ രണ്ട് കേസസും വരാം, റൈറ്റ്? ആറ്റോമിക് നമ്പർ സെയിം ആണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. എന്താണ് ഐസോബാർ ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? മാസ് നമ്പർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിൽ മേ ബി അറ്റോമിക് നമ്പർ സെയിം ആവും, അല്ലാതിരിക്കും. സോ മാസ് നമ്പർ സെയിം ആയിട്ടുള്ള ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാർസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാർബൺ 613 ആൻഡ് നൈട്രജൻ 730. എവിടെ നോക്കിയേ? നമ്മുടെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, കാരണം രണ്ടും ഡിഫറെന്റ് ന്യൂക്ലൈഡ്സ് ആണ്. ഒന്ന് കാർബൺ ന്യൂക്ലൈഡും ഒന്ന് നൈട്രജൻ ന്യൂക്ലൈഡും ആണ്. പക്ഷേ വാട്ട് അബൌട്ട് ദിയർ മാസ് നമ്പർ? യെസ്, രണ്ടുപേരുടെയും മാസ് നമ്പർ എത്രയാണ്? 13 ആണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, നൈട്രജൻ 716 ആൻഡ് ഓക്സിജൻ 816. എന്താണ്? രണ്ടുപേരുടെയും മാസ് നമ്പർ സെയിം ആണ്, 60. സോ സെയിം മാസ് നമ്പർ പോസസ് ചെയ്യുന്ന ന്യൂക്ലൈഡുകളെ നമ്മൾ എന്ത് പറയുന്നു? ഐസോബാർസ്. ദെൻ നെക്സ്റ്റ് വൺ, ഐസോട്ടോൺസ്. സോ ഐസോട്ടോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്ന ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസിന്റെ എണ്ണമല്ല, ന്യൂട്രോൺസ്. ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയി വരുന്ന ന്യൂക്ലൈഡുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ബോറോണും കാർബണും ആണല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ബോറോൺ 510 ആണ്. സോ 5, അതായത് ദാറ്റ് മീൻസ് മാസ് നമ്പർ ബോറോണിന്റെ എത്രയാണ്? 10 ആണ്. മാസ് നമ്പർ 10 ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക? ന്യൂട്രോൺ നമ്പർ ഇസ് ഈക്വൽ ടു A മൈനസ് Z ആണ്, അല്ലെ? സോ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ദെൻ അറ്റോമിക് നമ്പർ ബോറോണിന്റെ എത്രയാണ്? 5. സോ 10 മൈനസ് 5 ഇസ് ഈക്വൽ ടു 5. സോ ബോറോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. ഇനി കാർബൺ 611 ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് N is equal to A minus Z. സോ ഇവിടെ കാർബണിന്റെ മാസ് നമ്പർ എത്രയാണ്? കാർബണിന്റെ മാസ് നമ്പർ 11. 11 മൈനസ് 6 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 5. സോ നോക്കിയേ, ഇവിടെ ബോറോൺ 510നും കാർബൺ 611ന്റെയും ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആണ്, 5 ആണ്. സോ ദേ ആർ കാൾഡ് ഐസോട്ടോൺസ്. ഇതുപോലെ ഒരേ സെയിം നമ്പർ ന്യൂട്രോൺസ് വരുന്ന ന്യൂക്ലൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ നെക്സ്റ്റ് എക്സാമ്പിൾ, കാർബൺ 614 ആൻഡ് നൈട്രജൻ 750. നോക്കിയേ, കാർബൺ 614, അവിടെ എത്രയാണ് ന്യൂട്രോണിന്റെ നമ്പർ വരുന്നത്? കാർബൺ 614. സോ N is neutron number is equal to A minus Z. Here A is equal to 14. 14 minus carbon atomic number 6. So 14 minus 6 is equal to 8. Right. ഇനി അടുത്ത നൈട്രജൻ 715. 715 എന്ന് പറയുമ്പോൾ അവിടെയും എന്താണ്? N is equal to A minus Z. So atomic number N is 15. 15 minus Z atomic number is equal to 7. So 15 minus 7 is equal to 8. Okay, ഈ രണ്ട് കേസിലും ന്യൂട്രോൺ നമ്പർ എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. Which means these two nuclide possess same number of neutrons. So they are example of what? They are the example of isotons. So ഇതാണ് isotons എന്നുള്ളതിന്റെ കണ്ടീഷൻ. എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ ഇപ്പൊ നമ്മൾ 3 പഠിച്ചു, മാറിപ്പോവരുത്. ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺ. ഐസോടോപ്പ് ആണെങ്കിൽ അറ്റോമിക് നമ്പർ ആണ് സെയിം. ഐസോബാർ ആവുമ്പോൾ മാസ് നമ്പർ ആണ് സെയിം. ദെൻ ഐസോട്ടോൺ ആവുമ്പോൾ ന്യൂട്രോൺ നമ്പർ ആണ് സെയിം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു യൂണിറ്റ് ആണ്, അറ്റോമിക് മാസ് യൂണിറ്റ്. വാട്ട് യു മീൻ ബൈ അറ്റോമിക് മാസ് യൂണിറ്റ്? എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ എന്താണ് അത്? നമ്മൾ എന്താണ് അത് ഇവിടെ പഠിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? നമ്മൾ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അറ്റോമിക് മാസ് യൂണിറ്റിന്റെ വാല്യൂ, അല്ലെങ്കിൽ അതിലേക്കുള്ള കൺവേർഷൻ ഉള്ളത്. സോ എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറ്റോമിക് മാസസ്, ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഒരു ആറ്റത്തിന്റെ മാസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്.
and it is denoted by the symbol small letter u. Small letter u എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ആറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് അത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? വൺ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഏതൊരു ആറ്റത്തിന്റെയും മാസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. സോ വൺ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വൺ ആറ്റോമിക് മാസ് യൂണിറ്റ് is equal to 1/12 of the mass of an atom of carbon 612. സിമ്പിൾ ആണ്. അതായത് കാർബൺ 612 എന്ന് പറയുന്ന ആറ്റത്തിന് ഒരു മാസ് ഉണ്ടാവും അല്ലെ? ആ കാർബൺ 612 ആറ്റത്തിന്റെ മാസിന്റെ 1/12 എത്രയാണോ അതാണ് ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയേ, അതായത് വൺ ആറ്റോമിക് മാസ് യൂണിറ്റ്, ദാറ്റ് മീൻസ് 1 U is equal to 1/12 of mass of carbon 612. കാർബൺ 612 എന്ന് പറയുന്ന മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കാർബൺ 612ന്റെ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റോമിക് മാസ് യൂണിറ്റ്, 1U. ഇനി അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1U is equal to 1.66 into 10⁻⁻27 കിലോഗ്രാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കൺവേർഷൻ ആണ്. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാം. സോ 1U is equal to 1.66 into 10⁻⁻27 കിലോഗ്രാം. ഇനി നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് എന്ത്? ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഒക്കെ മാസ് നമ്മൾ കിലോഗ്രാമിൽ പഠിച്ചിരുന്നു അല്ലെ? പക്ഷേ നമുക്ക് എന്താണ്, നമ്മൾ AMUയിലൂടെ, അതായത് ആറ്റോമിക് മാസ് യൂണിറ്റിലൂടെ നമ്മൾ ഇവരുടെ മാസ് പഠിച്ചു വെക്കണം. ബിക്കോസ് ചില പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഒക്കെ മാസ് കിലോഗ്രാമിലും അതുപോലെ തന്നെ AMUയിലും ആറ്റോമിക് മാസ് യൂണിറ്റിലൂടെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. So mass of electron in AMU എത്രയാണ്? Mass of electron is equal to 0.00051 U. Then mass of proton is equal to 1.0073 U. Then ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് കൂടി നമുക്ക് പഠിക്കണം. കാരണം ചില പ്രോബ്ലത്തിൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് കൂടി ഇൻ ടേംസ് ഓഫ് AMUയിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. എത്രയാണ്? മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് ഈക്വൽ ടു 1.0086 U. സോ അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും മാസുകൾ നിങ്ങൾ AMUയിലും അതുപോലെ തന്നെ കിലോഗ്രാമിലും, ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് AMU ടു കിലോഗ്രാം കൺവേർഷൻ. 1 AMU is equal to എത്രയാണ്? 1U is equal to 1.66 into 10⁻⁻27 കിലോഗ്രാം. ഓക്കെ അല്ലേ? സോ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഇലക്ട്രോൺ വോൾട്ട്. ഇതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. സോ എന്താണ് ഇലക്ട്രോൺ വോൾട്ട്, അല്ലെങ്കിൽ അത് എന്തിന്റെ യൂണിറ്റ് ആണ്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്? എനർജിയുടെ യൂണിറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്ന ചാൻസ് വരാൻ കൂടുതലാണ്. ബട്ട് എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി. എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ വോൾട്ട്. ഇനി എന്താണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്? ഹൗ വി ക്യാൻ ഡിഫൈൻ വൺ ഇലക്ട്രോൺ വോൾട്ട്? വൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, വൺ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ energy gained by an electron when accelerated through a potential difference of 1 volt. സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടില് അവിടെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു ഇലക്ട്രോൺ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അക്രോസ് ആയിട്ട് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് അതിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചാൽ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന, അത് നേടുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. സോ ഈ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്ര ജൂൾ ആണ്? We know that joule is the unit of energy, right? So electron volt is also the unit of energy and joule is the
യൂണിറ്റ്. ജൂൾ ഈസ് ഓൾസോ ദ യൂണിറ്റ് ഓഫ് എനർജി. സോ ഈ ഒരു വാല്യൂ നമ്മൾ എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ബിക്കോസ് ഇലക്ട്രോൺ വോൾട്ട് ടു ജൂൾ കൺവേർഷൻ എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ എങ്ങനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം, ലൈക്ക് വൈസ് വേഴ്സ തിരിച്ചും ജൂളിനെ എങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 1 ഇലക്ട്രോൺ വോൾട്ട് is equal to 1.6 into 10 raised to minus 19 joule. 10ന്റെ പവർ ശ്രദ്ധിക്കണം. 1 ഇലക്ട്രോൺ വോൾട്ട് is equal to 1.6 into 10 raised to minus 90 joule. അതുപോലെ തന്നെ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ എന്ന് പറയുമ്പോൾ എത്രയാണ് പവർ? 10 raised to 6 അല്ലെ? 10 raised to 6 അല്ലേ? അപ്പൊ ഇതിൽ നിന്നും 10 raised to 6 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? യെസ്, 1.6 into 10 raised to minus 13 joule. 10 raised to 6 എല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി 10 raised to minus 13 joule. അപ്പൊ ഈ രണ്ട് വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് while we are doing the problems. So 1 electron volt is equal to 1.6 into 10 raised to minus 19 joule and 1 mega electron volt is equal to 1.6 into 10 raised to minus 13 joule. സോ ഇപ്പൊ നമ്മൾ രണ്ട് യൂണിറ്റുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? അറ്റോമിക് മാസ് യൂണിറ്റും അതുപോലെ തന്നെ ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇനി ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ അറ്റോമിക് മാസ് യൂണിറ്റ് ആൻഡ് മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഈ ഒരു റിലേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതിനാണ് ഈ റിലേഷൻ പഠിക്കുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ എങ്ങനെയാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു Einstein mass energy equivalence relation, we know that E is equal to mc square. അല്ലെ? ഐൻസ്റ്റീന്റെ മാസ് എനർജി റിലേഷൻ പ്രകാരം നമുക്കറിയാവുന്ന കാര്യമാണ് E is equal to mc square ആണ്. Where m is the mass and c is the velocity of light in vacuum. Right? Speed of light in vacuum. So നമ്മൾ ഇവിടെ m എന്ന് പറയുന്നത് 1 u ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ അങ്ങനെ എടുത്തു. അതായത് 1 AMU അല്ലെങ്കിൽ 1 u മാസ് അല്ലേ? സോ 1 u എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1.66 into 10 raised to minus 27 kilogram. റൈറ്റ്? ഇനി സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വാക്വത്തിൽ എത്രയാണ്? 3 into 10 raised to 8 meter per second. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, നമ്മൾ ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് എന്താണ്? എമ്മിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു, സിയുടെ വാല്യൂയും കൊടുത്തു. എന്താണ്? 1.66 into 10 raised to minus 27 into c square. That means 3 into 10 raised to 8 whole square. So നമുക്കൊരു വാല്യൂ കിട്ടി 1.49 into 10 raised to minus 10 ജൂൾ. ഇത് ജൂളിലാണ്. റൈറ്റ്? ഈ ജൂളിലുള്ള ഇതിനെ നമ്മൾ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏതിലേക്കാണ്? മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക്. സോ നമുക്കറിയാം 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1.6 into 10 raised to minus 13 ജൂൾ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയതിനെ നമ്മൾ ജൂളിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നു എന്ത്? 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. അത്രയും എനർജി. ഇത് നമുക്ക് എപ്പോഴാണ് കിട്ടിയത്? നമ്മള് എന്താണ്? മാസിനെ എന്താക്കി എടുത്തു? 1 u ആക്കി എടുത്തു. അതായത് ആ ആറ്റത്തിന്റെ മാസ് 1 AMU ആക്കി എടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയും എനർജി കിട്ടിയത്. വിച്ച് മീൻസ് ദാറ്റ് 1 u is equal to 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഓക്കെ, നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് 1 u is equal to 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഒരു യു എന്ന് പറയുന്നത് എത്രയാണ്? 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ AMUന് രണ്ട് കൺവേർഷൻസ് പഠിച്ചു. കിലോഗ്രാമിലോട്ടുള്ളതും പഠിച്ചു, അതുപോലെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ടുള്ളതും പഠിച്ചു. ഓക്കെ, 1 u is equal to 1.66 into 10 raised to minus 27 kilogram. അതുപോലെ തന്നെ 1 u is equal to 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ബേസിക് ആയിട്ട് നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോർഷൻസിലോട്ട് പോവാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് എന്താണ്? ടൈനി സെൻട്രൽ കോർ ആണ്. ന്യൂക്ലിയസിൽ ആരൊക്കെയാണുള്ളത്? യെസ്, ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അവരെ നമ്മൾ ഒരുമിച്ച് എന്ത് പറയും? ദേ ആർ ടുഗെദർ കോൾഡ് ന്യൂക്ലിയോൺസ്. റൈറ്റ്, ന്യൂക്ലിയോൺസ് എന്ന് പറയും. സോ ഇനി നമ്മൾ നോക്കേണ്ട സൈസ് ഓഫ് ന്യൂക്ലിയസ് ഓർ
റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയസ്, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ്. ദാറ്റ് ഈസ് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. R is equal to R0 into A raised to 1/3. It is a very important relation. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഷുവർ ആണ്. സോ R is equal to R0 into A raised to 1/3. ഇതിൽ R എന്താണ്? R ആണ് ന്യൂക്ലിയസിന്റെ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ്. Then what about R0? R0 is an empirical constant. അതൊരു കോൺസ്റ്റന്റ് ആണ്. അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. എത്രയാണ് ആ വാല്യൂ? R0 is equal to 1.2 into 10 raised to minus 15 meter. That is equal to 1.2 femtometer. 10 raised to minus 15 എന്ന് പറയുന്നത് എത്രയാണ്? It is 1 femtometer. So R0ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.2 femtometer ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു വാല്യൂ ആണ്. Value of R0, it is 1.2 femtometer. Then A എന്ന് പറയുന്നത് മാസ് നമ്പർ. അപ്പൊ നോക്കിയേ, ഇക്വേഷൻ പ്രകാരം നമുക്ക് R0ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാൻ 1.2 femtometer ആണ്. ദെൻ ഒരു ന്യൂക്ലൈഡ്, ഒരു പെർട്ടിക്കുലർ ന്യൂക്ലിയസ് ആയിരിക്കും തരിക. ആ ന്യൂക്ലിയസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരിക. സോ ആ ന്യൂക്ലിയസിന്റെ മാസ് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ന്യൂക്ലൈഡ്, റൈറ്റ്? സോ അപ്പോൾ R0ന്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ദി ഇക്വേഷൻ എന്താണ്? R is equal to R0 into A raised to 1/3. ഓക്കെ, നമുക്കൊരു രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. സോ ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് Al1327. അലൂമിനിയം ആണ് തന്നിട്ടുള്ളത് 1327. ഈ അലൂമിനിയം ന്യൂക്ലിയസിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? വി ക്യാൻ യൂസ് ദി ഇക്വേഷൻ R is equal to R0 into A raised to 1/3 അല്ലെ? അപ്പൊ ഇവിടെ A തന്നിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ A നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? A is equal to 27 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ R0ന്റെ വാല്യൂ നമുക്കറിയാം 1.2 femtometer ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ? നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. R is equal to R0 into A raised to 1/3. So that is equal to 1.2 into 27 whole raised to 1/3. 27ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3 അല്ലേ? 3 into 3 into 3 എന്ന് പറയുന്നത് 27 ആണ്. So that is equal to 1.2 into 3. 1.2 into 3 is equal to 3.6 femtometer. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏതിലാണ് കണ്ടുപിടിച്ചത്? ഫെംറ്റോമീറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്ത്? ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണ്? 10 raised to minus 15 ഓർഡറിലാണ്, വിച്ച് മീൻസ് ഫെംറ്റോമീറ്ററിലാണ്. സോ നമ്മൾ ലാസ്റ്റ് കൂടെ എഴുതണം ഫെംറ്റോമീറ്റർ. സോ റേഡിയസ് ഓഫ് ദിസ് ന്യൂക്ലിയർ ഈസ് ഈക്വൽ ടു 3.6 femtometer. ഓക്കെ അല്ലേ? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാം. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതേ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 ന്യൂക്ലൈഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 2 ന്യൂക്ലൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ മാസ് നമ്പറും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഫൈൻഡ് ദെയർ റേഡിഐ റേഷ്യോ. അവരുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഈക്വേഷൻസ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം? 2 ന്യൂക്ലൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട എല്ലാം നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് A88, അതാണ് ഫസ്റ്റ് നമ്മുടെ ന്യൂക്ലൈഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതിന്റെ റേഡിയസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? A88ന്റെ റേഡിയസ് നമുക്ക് R0 into ഇപ്പൊ നമുക്ക് അതിന്റെ മാസ് നമ്പറിനെ A1 എന്ന് കൊടുക്കാം അല്ലെ? സോ A1 whole raised to 1/3 ഡിവൈഡഡ് ബൈ RB. രണ്ടാമത്തെ ന്യൂക്ലിയർ നമ്മൾ RB എന്ന് വിളിച്ചു. RB is equal to R0. ഇതിന്റെ റേഡിയസ് മാസ് നമ്പറിനെ നമുക്ക് A2 എന്ന് കൊടുക്കാം. A2 raised to whole raised to 1/3. അപ്പൊ ഇതെല്ലാം റേഡിയൈ റേഷ്യോ എന്ന് പറയുന്നത് 2 ന്യൂക്ലിയർ തന്നിട്ടുണ്ട്. അവരുടെ റേഡിയൈന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഡിവൈഡഡ്. ദെൻ R0 ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ നമുക്ക് ബാക്കിയുള്ള എന്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഉണ്ടാവുക. RA ഡിവൈഡഡ് ബൈ RB. RA ഡിവൈഡഡ് ബൈ RB is equal to A1 raised to 1/3. അതായത് A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂക്ലിയറിന്റെ അറ്റോമിക് മാസ്. എത്രയാണ് Aന്റെ അറ്റോമിക് മാസ് നമ്പർ? 88 whole raised to 1/3 ഡിവൈഡഡ് ബൈ RB. RBയുടെ മാസ് നമ്പർ എത്രയാണ്? 11.
11 whole raised to 1 by 3. Okay, 88 whole raised to 1 by 3 divided by 11 whole raised to 1 by 3. Okay, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ എന്താണ് 6 divided by RB is equal to 88 whole raised to 1 by 3 whole raised to 1 by 3 divided by 11 whole raised to 1 by 3. ഇനി നമ്മൾ ഇതിനെ ഒരുമിച്ച് എഴുതുന്നു എന്താണ് രണ്ടിന്റെയും പവർ സെയിം അല്ലേ സോ 88 divided by 11 whole raised to 1 by 3. 88 divided by 11 എത്രയാണ് 88 divided by 11 is equal to 8. So 8 whole raised to 1 by 3. 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ് what is the cube root of 8? Yes, that is equal to 2. So RA divided by RB is equal to 2 എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ അതായത് രണ്ട് ന്യൂക്ലൈഡുകളുടെയും റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ് 2 ആണ് which means RA is equal to RA എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും 2 RB. RA എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും RA is equal to 2 RB. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും RA is equal to 2 RB, RA is equal to RB by 2, RA is equal to RB by 4 അല്ലെ റൈറ്റ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം. സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തുള്ളൂ ജസ്റ്റ് ഈക്വേഷൻ എന്ത് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് R is equal to R0 into A raised to 1 by 3 അത് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തു. ദെൻ നമ്മളെ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു റിലേഷൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ടാകും. സോ ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. റേഡിയസ് ഓർ സൈസ് ഓഫ് എ ന്യൂക്ലിയസ് R is equal to R0 A raised to 1 by 3 where A is the mass number and R0 ന്റെ വാല്യൂ എത്രയാണ് 1.2 femtometer. ഓക്കെ സോ ഇപ്പൊ നമ്മൾ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. നൗ നെക്സ്റ്റ് മാസ് ഓഫ് എ ന്യൂക്ലിയസ്. എത്രയാണ് ഒരു ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത്? ഒരു ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് M is equal to AU. എത്രയാണ് M is equal to AU. അതിൽ A എന്താണ് A is the mass number and U is the atomic mass unit. അപ്പൊ ഏതൊരു ന്യൂക്ലിയസ് തന്നു കഴിഞ്ഞാലും ഏതൊരു ന്യൂക്ലിയസ് എന്നപ്പോ ഒരു എന്താണ് ഓക്കെ എന്താണ് അലൂമിനിയത്തിന്റെ ന്യൂക്ലിയസ് എന്നോ അല്ലെങ്കിൽ ഏതൊരു ആറ്റത്തിൽ കാർബണിന്റെ ന്യൂക്ലിയസ് അപ്പൊ അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി കാർബണിന്റെ മാസ് നമ്പർ ഇൻറ്റു atomic mass unit. 1U is equal to 1.66 into 10 raised to minus 27 kilogram. Right, അപ്പൊ ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ഫൈൻഡ് ദ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ഓക്സിജൻ 816. ഓക്സിജന്റെ എന്താണ് മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഓക്സിജന്റെ മാസ് കണ്ടുപിടിക്കാൻ. സോ അതിൽ M is equal to AU. അതെ ഓക്സിജന്റെ A എത്രയാണ് മാസ് നമ്പർ എത്രയാണ് 16. സോ M is equal to 16U. യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16 into U is equal to 1.66 into 10 raised to minus 27 kilogram. സോ ഇങ്ങനെ നമുക്ക് ഏതൊരു ന്യൂക്ലിയസിന്റെയും എന്ത് കണ്ടുപിടിക്കാം മാസ് കണ്ടുപിടിക്കാം. റൈറ്റ്. അപ്പൊ നമ്മളിപ്പോ ഒരു ന്യൂക്ലിയസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, അതുപോലെ തന്നെ മാസും കണ്ടുപിടിക്കാൻ പഠിച്ചു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്? ഒരു ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ് റോ ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സോ ഇതിൽ മാസിന് നമ്മൾ M എന്ന് കൊടുത്തു. ദെൻ വാട്ട് അബൌട്ട് ദ വോളിയം? വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂക്ലിയസ് നമ്മളൊരു സ്പിയർ ആയിട്ടാണ് അല്ലെ കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് വോളിയം വി ആർ കൺസിഡറിങ് ന്യൂക്ലിയസ് ആസ് എ സ്പിയർ. സോ ഒരു സ്പിയറിന്റെ വോളിയം എത്രയാണ് 4/3 pi r3. 4/3 pi r3. സോ ഇപ്പൊ നമുക്ക് അറിയാം എന്ത് ഒരു R എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് R0 into A raised to 1/3 ആണ്. സോ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു റോ is equal to M divided by 4/3 pi into R0 A raised to 1/3 whole cube. റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു വാല്യൂ കൊടുക്കുന്നു. M is equal to 12U. M is equal to 12U. That is equal to 12 into 1.66 into 10 raised to minus 27 kilogram.
സോ R0 a raised to 1/3 ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ റോയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോ ഇസ് ഈക്വൽ ടു 12 into 1.66 into 10 raised to minus 27 divided by 4/3 into pi into 2.7 into 10 raised to minus 15 whole cube. എത്രയാണ് വരുന്നത്? റോ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു 2.4 into 10 raised to 17 kilogram per meter cube. എത്രയാണ് ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി. ന്യൂക്ലിയർ ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 2.4 into 10 raised to 17 kilogram per meter cube. ഓക്കെ അല്ലേ? ന്യൂക്ലിയർ ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു 2.4 into 10 raised to 17 kilogram per meter cube. സോ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ പ്രത്യേകത ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ ന്യൂക്ലിയൈ. എല്ലാ ന്യൂക്ലിയൈന്റെയും ഡെൻസിറ്റി സെയിം ആണ്. ഓക്കെ, ഈ ഒരു വാല്യൂ ഇപ്പൊ നമ്മൾ കാർബൺ ഇട്ടിട്ടാണ് ചെയ്തത്. നമ്മൾ ഏത് വെച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് സെയിം ഫോർ ഓൾ ന്യൂക്ലിയൈ. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എല്ലാ ന്യൂക്ലിയസിനും എന്താണ്? സെയിം ആണ്. ഇറ്റ് ഈസ് സെയിം ഫോർ all nuclei. It is same for all nuclei and it is independent of the mass number. The mass number is independent and it is also independent of the size of the nucleus. It is also independent of the size of the nucleus. Nucleus in the size independent. So it is same for all nuclei and it is independent of the mass number and it is also independent of the size of the nucleus. So nuclear density എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. എത്രയാണ് വാല്യൂ? റോ ഇസ് ഈക്വൽ ടു 2.4 into 10 raised to 17 kilogram per meter cube. The next one നമ്മൾ നോക്കുന്നത് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? Nuclear force is the force that binds together the protons and the neutrons inside the nucleus is called nuclear force. എന്താണ്? ഒരു ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും അല്ലെ? ഈ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് നിർത്തുന്ന, ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ടുഗെദർ ദ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. Then what are the characteristics of these nuclear forces? It is very important. എന്തൊക്കെയാണ് ഒരു ന്യൂക്ലിയർ ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എന്തൊക്കെയാണ്? It is the strongest force in nature. നേച്ചറിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. എത്രയാണ് അതിന്റെ? 10 raised to minus 15 meter. അത്രയും ചെറിയൊരു റേഞ്ചിലേക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ന്യൂക്ലിയർ ഫോഴ്സുകൾ അത്രയും ചെറിയ റേഞ്ചിലാണ്. That is charge independent. എന്താണ്? ചാർജിന് ഇൻഡിപെൻഡന്റ് ആണ്. ചാർജിനനുസരിച്ച് ഇതിന്റെ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നില്ല? ഒരു മാറ്റവും വരുന്നില്ല. Then it is saturated and it is dependent on spin. സ്പിന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ സ്പിൻ. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഫേവർ ദ ഫോർമേഷൻ ഓഫ് പെയേഴ്സ് ഓഫ് ന്യൂക്ലിയോൺസ് വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. അതായത് എന്താണ് ഈ ന്യൂക്ലിയോൺസ് ഒക്കെ പേഴ്സ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് സ്പിന്നുള്ള സമയത്ത് ഓപ്പോസിറ്റ് സ്പിന്നുള്ളവരെ പേഴ്സ് ആയിട്ട് ഫോം ചെയ്യാൻ എന്തിതാക്കുന്നുണ്ട്? ഈ ന്യൂക്ലിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ സ്പിൻ. ദെൻ നോൺ സെൻട്രൽ ഇൻ നേച്ചർ. അതായത് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ സെൻട്രൽ നേച്ചർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നില്ല. ഒബേ ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? നോൺ സെൻട്രൽ ഇൻ നേച്ചർ ആണ്. സോ ഈ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് ദ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്, ചാർജ് ഇൻഡിപെൻഡന്റ്, സാച്ചുറേറ്റഡ്, ഡിപെൻഡന്റ് ഓൺ സ്പിൻ, ദെൻ നോൺ സെൻട്രൽ ഇൻ നേച്ചർ. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ദെൻ ന്യൂക്ലിയർ സൈസ് പറഞ്ഞു, റേഡിയസ്, മാസ്, nuclear density which is a constant, then nuclear force and its characteristics. Okay, so this is all about for today. Thank you. Hello.